2004 പുറത്തിറങ്ങിയ എക്കാലത്തെ മികച്ചൊരു ഹോളിവുഡ് യുദ്ധചിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ട്രോയ്. പുരാതന ഗ്രീക്ക് കവിയായ ഹോമറിന്റെ ഇലിയാഡ് എന്ന ഇതിഹാസ കാവ്യത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രം ഒരു വലിയ പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും രക്തരൂഷിതമായ ഒരു യുദ്ധത്തിന്റെയും കഥയാണ് പറയുന്നത്. ഒരാളുടെ പ്രണയത്തിന്റെ സ്വാർത്ഥത കാരണം രണ്ട് മഹാരാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അഖിലീസ് എന്ന അജയനായ പോരാളി അനശ്വരതയ്ക്ക് വേണ്ടി പോരാടുന്നു. അധികം വൈകിപ്പിക്കാതെ നമുക്ക് ഈ കഥയിലേക്ക് കിടക്കാം. സിനിമ ആരംഭിക്കുന്നത് പുരാതന ഗ്രീസിലെ തെസ്ലി എന്ന പ്രദേശത്താണ്. ഗ്രീസിലെ എല്ലാ നഗരങ്ങളെയും തന്റെ അധികാരത്തിന് കീഴിലാക്കാൻ വേണ്ടി ഒരു വലിയ യുദ്ധം നയിക്കുകയാണ് മൈസീനിയയിലെ ക്രൂരനായ രാജാവായ അഗമെമ്നോൺ. തന്റെ പടയോട്ടത്തിനിടയിൽ തെസ്ലയിലെ രാജാവായ ട്രിയോപാസിന്റെ സൈന്യവുമായി മുഖാമുഖം നിൽക്കുകയാണ് അവൻ. ഇരു സൈന്യങ്ങളും തമ്മിൽ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ ശത്രു സൈനികരെ കൊന്നുമെടുത്ത അഗമെമ്നോൺ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. ഇരുവശത്തു നിന്നും ഏറ്റവും മികച്ച പോരാളികൾ തമ്മിൽ ദ്വന്ദ്വയുദ്ധം ചെയ്ത് യുദ്ധത്തിന്റെ വിധി തീരുമാനിക്കാമെന്ന് അഗമെമ്നോൺ നിർദ്ദേശിക്കുകയും ട്രിയോപാസ് അത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. തെസ്ലയ്ക്ക് വേണ്ടി അദ്ദേഹം വിളിക്കുന്നത് ബോആഗ്രിയസ് എന്ന് പറയുന്ന ഒരു ഭീമനെയാണ്. This is my man. Achilles! അഗമെമ്നോൺ തന്റെ ഭാഗത്തുനിന്നും പോരാടാൻ ഗ്രീസിലെ ഏറ്റവും ശക്തനായ പോരാളിയായ അഖീലീസിനെയാണ് വിളിക്കുന്നത്. പക്ഷെ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അഗമെമ്നോന്റെ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ ഇപ്പോഴും ഉറക്കമുണരാതെ കിടക്കുകയാണ് അവൻ. അവനെ കളത്തിലേക്ക് വിളിക്കാൻ ചെന്ന ഒരു ചെറിയ കുട്ടി തനിക്ക് ആ തെസ്ലയിലെ ഭീമാകാരനായ പോരാളി ബോയാഗ്രസിനെ ശരിക്കും പേടിയാണെന്നും അങ്ങേക്ക് അയാളെ പേടിയില്ല എന്നും ചോദിക്കുകയാണ്. ആ പേടിയാണ് അവനെ ഒരു സാധാരണക്കാരനാക്കുന്നതെന്നും തന്റെ പേടിയില്ലായ്മയാണ് ചരിത്രത്തിൽ തന്റെ പേര് എപ്പോഴും ഓർക്കാൻ കാരണമാവുന്നതെന്നും അഖിലീസ് അവന് മറുപടി നൽകി. ആ പയ്യൻ അഖിലീസിനോട് വേറൊരു കാര്യം കൂടി ചോദിച്ചു, അവനൊരു അനശ്വരനാണെന്ന് പറയുന്നത് സത്യമാണോ എന്ന്. അതിനുള്ള അഖിലീസിന്റെ മറുപടി, അനശ്വരനായിരുന്നെങ്കിൽ അവൻ ആ ഷീൽഡും പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നാണ്. ഒടുവിൽ യുദ്ധക്കളത്തിൽ വന്നിറങ്ങിയ അഖിലീസിനോട് വൈകിപ്പോയതിന് അഗമെമ്നോൺ ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ അപ്പോൾ തന്നെ ആ യുദ്ധം സ്വയം ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പോവുകയായിരുന്നു. എന്നാൽ മറ്റൊരു ഓഫീസർ ഇടപെട്ട് അഖിലീസ് യുദ്ധം ജയിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിനുള്ള അവന്റെ സഹസൈനികരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നും അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ അഖിലീസിന്റെ കഴിവുകളെക്കുറിച്ച് പുകഴ്ത്തി പാടുമെന്നും പറഞ്ഞു. ഇതോടെ രാജാവായ അഗമെമ്നോനുള്ള ദേഷ്യം മാറ്റിവെച്ച് അഖിലീസ് പോരാടാൻ തീരുമാനിച്ചു. തന്നെക്കാളും വലിപ്പം കുറഞ്ഞ അഖിലീസിനെ എളുപ്പത്തിൽ തീർത്തു കളയാമെന്ന അഹങ്കാരത്തിലാണ് ബോയാഗ്രിസ്. അവൻ ആദ്യം ഒരു കുന്തമൊക്കെ വലിച്ചെറിഞ്ഞിട്ടും അഖിലീസ് അത് വളരെ നിഷ്പ്രയാസം അവോയ്ഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് തന്നെ കുതിച്ചു. Is there no one else? Is there no one else? ഒരു തുള്ളി ചോര പോലും സ്വന്തം ശരീരത്തിൽ വീഴാതെ അഖിലീസ് വളരെ കൂളായി ജയിക്കുകയും അതോടെ തെസ്ലി രാജാവ് അഗമെമ്നോണിന് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങുകയും ചെയ്തു. പക്ഷേ ഈ വലിയ വിജയത്തിന് ശേഷവും അഖിലീസിന് അഗമെമ്നോനോട് കടുത്ത വെറുപ്പ് തന്നെയായിരുന്നു. താൻ ഒരു രാജാവിന്റെയും അടിമയല്ലെന്നും സ്വന്തം പേരിനും പ്രശസ്തിക്ക് വേണ്ടിയും മാത്രമാണ് താൻ പോരാടുന്നതെന്നും അഖിലീസ് വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതേസമയം ഇവിടെ നിന്നും ഒരുപാട് ദൂരെ ഗ്രീസിലെ മറ്റൊരു നഗരമായ സ്പാർട്ടയിൽ വേറൊരു പ്രധാന സംഭവം നടക്കുന്നുണ്ട്. സ്പാർട്ടയും ട്രോയി എന്ന രാജ്യവും തമ്മിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ശത്രുത അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്പാർട്ടയിലെ രാജാവായ മെലലാവസ് ട്രോയിലെ രാജകുമാരന്മാരുമായി ഒരു സമാധാന ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ഈ ചടങ്ങിനായി ട്രോയിയുടെ അടുത്ത കിരീടാവകാശിയായ ഹെക്ടറും അവന്റെ അനിയനായ പാരീസും സ്പാർട്ടയുടെ കൊട്ടാരത്തിൽ ഗസ്റ്റുകളായി എത്തി ആ ഉടമ്പടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സൗഹൃദത്തിനും സമാധാനത്തിനും വലിയ ആയുസ് ഉണ്ടാവുന്നില്ല. കാരണം ചേട്ടൻ ഹെക്ടർ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമ്പോൾ അനിയൻ പാരീസ് മെലലാവാസിന്റെ ഭാര്യയും ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയുമെന്നും അറിയപ്പെടുന്ന ഹെലനുമായി ഒരു രഹസ്യബന്ധത്തിലായിരുന്നു. സ്പാർട്ടയിലെ വിരുന്നിന്റെ അവസാന രാത്രിയിൽ പാരീസ് ഹെലന്റെ മുറിയിലെത്തുകയും അവിടുത്തെ ആ വിരസമായ ജീവിതവും അവളെ ചൂഷണം ചെയ്യുന്ന മെലലാവസിനെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം സുരക്ഷിതമായി ട്രോയിലേക്ക് വരാൻ അവളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പാരീസിന്റെ ആ അടുപ്പത്തിൽ പൂർണ്ണമായും വീണുപോയ ഹെലൻ ഇത് കാരണം വരാനിരിക്കുന്ന കോൺസിക്വൻസസ് ഓർക്കാതെ ആ തീരുമാനത്തിന് സമ്മതം മൂളുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ വളരെ സന്തോഷത്തോടെ സമാധാന ചർച്ചകൾ കഴിഞ്ഞ് ഹെക്ടറും പാരീസും തങ്ങളുടെ കപ്പലിൽ ട്രോയ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ച് കടലിന്റെ നടുവിലെത്തുമ്പോഴാണ് പാരീസ് താൻ ചെയ്ത ആ വലിയ തെറ്റ് ജ്യേഷ്ഠനായ ഹെക്ടറോട് വെളിപ്പെടുത്തുന്നത്. അവൻ ഹെലനെ ആർക്കും അറിയാതെ കപ്പലിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന സത്യം പറഞ്ഞ ഹെക്ടർ കടുത്ത ദേഷ്യത്തിലും ആശങ്കയിലുമായി. തന്റെ അനിയന്റെ ഈ പ്രവൃത്തി സ്പാർട്ടയുമായി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സമാധാനം പൂർണ്ണമായും തകർക്കുമെന്നും അത് തങ്ങളുടെ നാടായ ട്രോയിയുടെ നാശത്തിന് തന്നെ കാരണമാകുമെന്നും ഹെക്ടറിന് അറിയാമായിരുന്നു. വലിയൊരു യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കപ്പൽ തിരിച്ചുകൊണ്ട് ഹെലനെ ഉടനടി തിരികെ സ്പാർട്ടയിൽ എത്തിക്കണമെന്ന് ഹെക്ടർ കർശനമായി ആവശ്യപ്പെട്ടെങ്കിലും അവളെ തിരികെ അയച്ചാൽ താനും അവളുടെ കൂടെ പോകുമെന്നും മെലലാവാസ് തന്നെ അവിടെ വെച്ച് കൊല്ലുമെന്നും പാരീസ് പേടിയോടെ പറഞ്ഞപ്പോൾ ഹെക്ടർ ശരിക്കും ധർമ്മസങ്കടത്തിലായി. സ്വന്തം അനിയനോടുള്ള സ്നേഹവും അവനെ മരണത്തിന് വിട്ടുകൊടുക്കാനുള്ള മടിയും കാരണം ഹെക്ടർ ഒടുവിൽ ആ കപ്പൽ ട്രോയിലേക്ക് തന്നെ തിരിച്ചു.
പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ തന്റെ ഭാര്യയെ കാണാതായ വിവരമറിഞ്ഞ് കടുത്ത അവമാനത്താലും ഭയങ്കര ദേഷ്യത്താലും ജ്വലിക്കുന്ന മെല്ലാവാസ് തനിക്കുണ്ടായ ഈ വലിയ അവമാനത്തിന് പകരമായി ട്രോയിയെ പൂർണ്ണമായും തകർക്കാനും ഭാര്യയായ ഹെലനെ തിരിച്ചു പിടിച്ചിട്ട് അവളെ വധിച്ചു കളയാനും വേണ്ടി സഹോദരനായ അഗമന്നോന്റെ സഹായം ചോദിക്കുവാണ്. അഗമന്നോനാണെങ്കിൽ മേലാവാസിന്റെ താഴ്ന്ന കുടുംബജീവിതത്തിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്നേ വരെ ആർക്കും കീഴടക്കാൻ കഴിയാത്ത അജേയമായ ട്രോയി നഗരം പിടിച്ചെടുക്കാനും അതുവഴി ഈജിയൻ കടലിന്റെ പൂർണ്ണ നിയന്ത്രണം സ്വന്തമാക്കാനും കിട്ടിയ ഏറ്റവും മികച്ച അവസരമായാണ് ഇതിനെ കണ്ടത്. അതോടെ അവൻ ഗ്രീസിലെ അവന്റെ കീഴിലുള്ള എല്ലാ രാജാക്കന്മാരെയും പോരാളികളെയും ഒറ്റക്കെട്ടായി കൂട്ടി ട്രോയിക്കെതിരെ ചരിത്രം കണ്ട ഏറ്റവും വലിയൊരു യുദ്ധം പ്രഖ്യാപിച്ചു. ഈ വലിയ ലക്ഷ്യത്തിനായി 1000ഓളം കപ്പലുകളിലായി അതിവിശാലമായൊരു സൈന്യം സജ്ജമായെങ്കിലും ആ യുദ്ധം ജയിക്കണമെങ്കിൽ ഗ്രീസിലെ ഏറ്റവും മികച്ച പോരാളിയായ അക്കീലീസിന്റെ സാന്നിധ്യം അവിടെ നിർബന്ധമാണെന്ന് എല്ലാവർക്കും നന്നായി അറിയാമായിരുന്നു. അക്കീലീസിനെ ഈ യുദ്ധത്തിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ അഗമന്നോൺ ഇത്താക്കിയിലെ ബുദ്ധിമാനായ രാജാവും അക്കീലീസ് ആകപ്പാട് ബഹുമാനിക്കുന്ന ഒരാളുമായ ഒഡീസിയസിനെ ചുമതലപ്പെടുത്തുവാണ്. അദ്ദേഹം അഖിലീസിന്റെ നാടായ ഫിത്തിയിലെത്തി അവൻ തന്റെ ബന്ധു സഹോദരനായ പെട്രോക്ലസിന് യുദ്ധമുറകൾ പരിശീലിപ്പിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടുകയാണ്. അഖിലീസിന് അഗമന്നോട് കടുത്ത വെറുപ്പുണ്ടെന്ന് നന്നായി അറിയാവുന്ന ഒഡീസിയസ് അവൻ അഗമന്നോന് വേണ്ടിയല്ല മറിച്ച് ഗ്രീസിന്റെ മാനത്തിന് വേണ്ടിയാണ് പോരാടുന്നതെന്നും ഈ വരാൻ പോകുന്ന യുദ്ധം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധമായിരിക്കുമെന്നും ഇതിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ ലോകാവസാനം വരെ ഓർക്കുമെന്നും പറഞ്ഞ് അവന്റെ ഉള്ളിലെ വീര്യത്തെ തന്ത്രപൂർവ്വം ഉണർത്തുകയാണ്. ഈ യുദ്ധത്തിന് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് അഖിലീസ് ആലോചിച്ചു നടക്കുമ്പോൾ തന്റെ അമ്മയായ ടീറ്റിസിനെ കാണുന്നു. ഒരു പ്രവാചികയായ ടീറ്റിസിന് തന്റെ മകന്റെ ഭാവിയെക്കുറിച്ച് ദർശനമുണ്ടായിരുന്നു. മകന്റെ മനസ്സിലെ വലിയ ആശയക്കുഴപ്പം മനസ്സിലാക്കിയ അമ്മ അവന് മുന്നിൽ 2 നിർണായകമായ വഴികൾ വെച്ച് നീട്ടുകയാണ്. ഒന്ന്, അവൻ ഈ നാട്ടിൽ തന്നെ തുടർന്നാൽ നല്ലൊരു കുടുംബജീവിതവും കുട്ടികളുമായി വളരെ സമാധാനത്തോടെ ഒരുപാട് കാലം സന്തോഷമായി ജീവിക്കാമെന്നും എന്നാൽ കാലം കഴിയുമ്പോൾ ചരിത്രം അവന്റെ പേര് പൂർണ്ണമായും മറക്കുമെന്നുമാണ്. രണ്ടാമത്തേത്, അവൻ ട്രോയിലേക്ക് പോയാൽ അവിടെ വലിയ വിജയങ്ങൾ നേടാമെന്നും ചരിത്രത്തിൽ അവന്റെ പേര് എക്കാലവും അജേയമായി ഓർക്കപ്പെടുമെന്നുമാണ്. എന്നാൽ ട്രോയിൽ നിന്നും അവൻ പിന്നീട് ഒരിക്കലും ജീവനോടെ തിരികെ വരില്ലെന്നും മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് മരിക്കാനല്ല മറിച്ച് മരണമില്ലാത്ത പ്രശസ്തിയോടെ ചരിത്രത്തിൽ ഇതിഹാസമായി ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഉറപ്പിച്ച് തന്റെ മരണം അവിടെ വെച്ച് ഉറപ്പാണെന്നറിഞ്ഞിട്ടും അഖിലീസ് ട്രോയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആയിരക്കണക്കിന് ഗ്രീക്ക് കപ്പലുകൾ ഒന്നിച്ച് ഈജിയൻ കടൽ താണ്ടി ട്രോയി ലക്ഷ്യമാക്കി നീങ്ങിയ ആ കാഴ്ച ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. യുദ്ധത്തിൽ ശത്രുവിന് നേരെയുള്ള ആദ്യത്തെ പ്രഹരം തന്റേതായിരിക്കണമെന്ന അഖിലീസിന്റെ കടുത്ത ആഗ്രഹത്തോടെ അവനും അവന്റെ കീഴിലുള്ള അവന്റെ വിശ്വസ്തരായ മെർമിഡോൺ സൈന്യവും മറ്റെല്ലാ കപ്പലുകളെക്കാളും അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ച് ട്രോയുടെ മണ്ണിൽ ആദ്യം തന്നെ കാലുകുത്തി. ട്രോയുടെ കടൽ തീർത്ത് കാവൽ നിന്നിരുന്ന ട്രോജൻ സൈന്യം ഗ്രീക്ക് കപ്പലുകളുടെ ഈ അപ്രതീക്ഷിത വരവ് കണ്ട് ശരിക്കും നെട്ടിപ്പോവുകയും ഉടൻ തന്നെ ഹെക്ടർ രാജകുമാരന്റെ നേതൃത്വത്തിൽ ശക്തമായ ട്രോജൻ കുതിരപ്പട അവരെ തടയാനായി തീരത്തേക്ക് വാനെടുക്കുകയും ചെയ്തു. എന്നാൽ കപ്പലിൽ നിന്നും ആദ്യം ചാടിയിറങ്ങിയ അഖിലീസും സംഘവും തങ്ങളുടെ വലിയ പരിചകൾ ഒരു മതിൽ പോലെ അണിനിരത്തി ട്രോജൻ സൈന്യത്തിന്റെ അമ്പുകളുടെ മഴയെ വളരെ കൃത്യമായി തടുത്ത് അവർക്ക് നേരെ അതിശക്തമായി ആഞ്ഞടിക്കുകയാണ്. അഖിലീസിന്റെ വാളിന് മുന്നിൽ ഒരുപാട് ട്രോജൻ സൈനികർ മരിച്ചു വീണു. വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് കുതിച്ച അവര് അവിടെ ഉണ്ടായിരുന്ന പ്രശസ്തമായ അപ്പോളോ ദൈവത്തിന്റെ ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറുകയാണ്. ദൈവങ്ങളെ പോലും പേടിക്കാതെ അവിടുത്തെ അപ്പോളോ ദൈവത്തിന്റെ സ്വർണ്ണ പ്രതിമയുടെ തല തന്റെ വാളുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ ഒരൊറ്റ വെട്ടിന് താഴെയിട്ടു. ഈ വലിയ കോലാഹലങ്ങൾക്കിടയിൽ ഹെക്ടർ തന്റെ സൈന്യവുമായി ആ ടെമ്പിളിലേക്ക് വരികയാണ്. അവിടെ വെച്ച് ഗ്രീക്ക് സൈന്യത്തിന്റെ ആ മുന്നേറ്റത്തിന് കാരണക്കാരനായ സാക്ഷാൽ അഖിലീസിനെ ആദ്യമായി കാണുന്നു. ഹെക്ടറിനൊപ്പം വന്ന സൈനികരെ മെർമെഡോൺസ് നേരിടുകയും ഒടുവിൽ ഹെക്ടർ അഖിലീസിന്റെയും അവന്റെ യോദ്ധാക്കളുടെയും വലയത്തിലാകുകയും ചെയ്തു. എന്നാൽ ട്രോജൻസിന്റെ പടത്തലവനെ അവിടെ വെച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കൊല്ലാൻ അഖിലീസ് തയ്യാറാകുന്നില്ല. തിരികെ കൊട്ടാരത്തിലേക്ക് സുരക്ഷിതനായി പോകാനും വളരെ നേരത്തെ തന്നെ ഒരു രാജകുമാരൻ മരിക്കുന്നത് ഈ ചരിത്രം ഓർത്തിരിക്കേണ്ട യുദ്ധത്തിന്റെ ഭംഗി പൂർണ്ണമായും കളയുമെന്നും പറഞ്ഞ് ഹെക്ടറെ അവിടെ വെച്ച് പരിഹസിച്ചു വിടുകയാണ്. അങ്ങനെ ഹെക്ടർ പിൻവാങ്ങിയതോടെ ആ ഗ്രീക്ക് സൈന്യം ട്രോയുടെ കടൽത്തീരം പൂർണ്ണമായും തങ്ങളുടെ കൺട്രോളിലാക്കി. മറ്റ് സൈനികർ അഖിലീസിന്റെ പേര് ഉച്ചത്തിൽ ആഹ്വാനം ചെയ്യുമ്പോൾ അത് അഗമന്നോണിൽ വല്ലാത്തൊരു അപ്രീതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോളോ ക്ഷേത്രം പൂർണ്ണമായും കൊള്ളയടിച്ച ശേഷം അഖിലീസിന്റെ മെർമിഡോൺ സൈന്യം അവിടുത്തെ പുരോഹിതയും ട്രോജൻ രാജകുടുംബവുമായ ബ്രൈസിസ് എന്ന പെൺകുട്ടിയെ തങ്ങളുടെ യുദ്ധ തടവുകാരിയായി പിടികൂടി. വന്നിറങ്ങിയപ്പോൾ തന്നെ കിട്ടിയ വിജയത്തിന്റെ ഒരു സമ്മാനമായി അഖിലീസിന്റെ കൂടാരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അവളുടെ സംസാര ശൈലിയിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങളുടെ മണത്തിൽ നിന്നുമൊക്കെയായി അവളൊരു രാജകുടുംബാംഗമാണെന്ന് അവന് മനസ്സിലായി. വലിയൊരു ഭയത്തിന്റെ നടുവിലും അവൾ കാണിക്കുന്ന ആ ധൈര്യം അഖിലീസിന് അവളോടൊരു പ്രത്യേക ബഹുമാനം ഉണ്ടാക്കുന്നുണ്ട്. അന്ന് രാത്രി യുദ്ധത്തിന്റെ 1-ാം ദിവസം അവസാനിക്കുമ്പോൾ അവിടെ സുരക്ഷിതമായി എത്തിയ അഗമന്നോൺ അഖിലീസ് ഒറ്റയ്ക്കുണ്ടാക്കി കൊടുത്ത ആ ആദ്യ ദിവസത്തെ വിജയത്തിന്റെ മുഴുവൻ അംഗീകാരവും തന്റേതാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അവന്റെ കൂടാരത്തിൽ വെച്ച് നടന്ന ഒരു ചർച്ചയിൽ ഇരുവരും തമ്മിൽ കടുത്ത വാക്കേറ്റം ഉണ്ടാവുകയും ഒടുവിൽ അഖിലീസിനെ എല്ലാവരുടെയും മുന്നിൽ അവമാനിക്കാനായി അഗമന്നോൺ അവൻ സുരക്ഷിതമായി വെച്ചിരുന്ന ബ്രൈസിസിനെ തന്റെ ഭടന്മാരെ ഉപയോഗിച്ച് ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിൽ കോപാകുലനായ അഖിലീസ് തന്റെ വാളൂരി അവിടെ വെച്ച് എല്ലാവരെയും കൊല്ലാൻ തുനിഞ്ഞുവെങ്കിലും ബ്രൈസിസ് അത് തടഞ്ഞു.
തനിക്ക് വേണ്ടി ആരും മരിക്കേണ്ട ആവശ്യമില്ലെന്നും കൊല്ലുക എന്നത് മാത്രമാണ് അക്കീലീസിന്റെ കഴിവെങ്കിൽ അതൊരു അനുഗ്രഹമല്ല, മറിച്ചൊരു ശാപമാണെന്നും അവൾ പറയുന്നു. തന്റെ ദേഷ്യം അടക്കിയെങ്കിലും അഗമന്നോട് അക്കീലീസ് പറഞ്ഞത് ഒരു നാൾ അവൻ അഗമന്നോന്റെ ശവത്തെ നോക്കി ചിരിക്കുമെന്നാണ്. അതിന്റെ കൂടെ തന്നെ അടുത്ത ദിവസത്തെ യുദ്ധത്തിൽ നിന്നും അക്കീലീസ് മാറി നിൽക്കാനും തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ഗ്രീക്ക് സൈന്യം ട്രോയ്ക്കെതിരെയുള്ള തങ്ങളുടെ വലിയൊരു പോരാട്ടത്തിന് സജ്ജമാവുകയായിരുന്നു. അക്കീലീസിന്റെ പിന്മാറ്റം തന്നെ ഒട്ടും ബാധിച്ചില്ലെന്ന് വരുത്തി തീർക്കാൻ അഗമമ്നോൺ പരമാവധി ശ്രമിക്കുകയും അക്കീലീസ് ഇല്ലെങ്കിലും ട്രോയുടെ ആ കൂറ്റൻ കോട്ടമതിലുകൾ തകർക്കാൻ തന്റെ ഗ്രീക്ക് പടയ്ക്ക് കഴിയുമെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. 50,000-ഓളം ഗ്രീക്ക് സൈനികർ ആയുധങ്ങളും ഏന്തി ട്രോയ് നഗരത്തിന്റെ കൂറ്റൻ കോട്ടയ്ക്ക് മുന്നിലുള്ള വിശാലമായ സമതലത്തിലേക്ക് നീങ്ങുകയാണ്. ഗ്രീക്കുകാർ തങ്ങളുടെ കോട്ടവാതിൽക്കൽ എത്തിയതോടെ അവരെ നേരിടാൻ ഹെക്ടർ രാജകുമാരൻ തന്റെ ട്രോജൻ സൈന്യത്തെയും കൂട്ടി അവർക്ക് മുന്നിലേക്ക് വന്നു. ഇരുവശത്തെയും സൈനികർ കോട്ടയ്ക്ക് മുന്നിൽ നേർക്കുനേർ നിന്ന് എപ്പോൾ വേണമെങ്കിലും ചോരപ്പുഴ ഒഴുകാമെന്ന ഭയാനകമായ അവസ്ഥയിലായി. ഈ സമയത്ത് യുദ്ധം കാണാൻ ട്രോയുടെ നിരപരാധികളായ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നാശത്തെ ഓർത്ത് കുറ്റബോധം തോന്നിയ പാരീസ് തന്റെ ഭയം മാറ്റിവെച്ച് മുന്നോട്ട് വന്നു. താൻ കാണാൻ തുടങ്ങിയ ഈ വലിയ പ്രശ്നം താൻ തന്നെ അവസാനിപ്പിക്കാമെന്നും അതിനായി മെനലാവാസുമായി ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് താൻ പൂർണ്ണമായും തയ്യാറാണെന്നും പാരീസ് അവിടെ ധീരമായി പ്രഖ്യാപിച്ചു. ആ 1-on-1 ഫൈറ്റിൽ ആര് ജയിക്കുന്നുവോ അവർക്ക് ഹെലനെ സ്വന്തമാക്കാമെന്നും അതോടെ ഈ യുദ്ധം അവസാനിക്കുമെന്നും ഗ്രീക്കുകാർക്ക് സമാധാനത്തോടെ മടങ്ങാമെന്നുമായിരുന്നു പാരീസിന്റെ ആ നിർദ്ദേശം. തന്റെ ഭാര്യയും കൊണ്ട് ഒളിച്ചോടിയ പാരീസിനോട് കടുത്ത പ്രതികാര ചിന്തയോടെ നടന്നിരുന്ന മെലാവാസിന് ഈ വെല്ലുവിളി വളരെയധികം ഇഷ്ടപ്പെടുകയും തന്നെ അവമാനിച്ച അവനെ സ്വന്തം കൈകൊണ്ട് തന്നെ കൊല്ലാൻ കിട്ടിയ സുവർണാവസരം വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അഗമമ്നോൺ ആണെങ്കിൽ ആ പോരാട്ടത്തിൽ ആര് ജയിച്ചാലും ട്രോയി ആക്രമിക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ വലിയ 2 സൈന്യങ്ങളെയും സാക്ഷി നിർത്തി പാരീസും മെലാവസും തമ്മിലുള്ള ആ പോരാട്ടം അവിടെ ആരംഭിച്ചു. പക്ഷേ യുദ്ധം ചെയ്ത് വലിയ പരിചയമില്ലാത്ത പാരീസിന് യുദ്ധരംഗത്ത് അതിസമ്പന്നനായ മെനലാവാസിന്റെ കനത്ത പ്രഹരങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ആ പോരാട്ടത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ വ്യക്തമായി. മെനലാവസ് പാരീസിനെ ക്രൂരമായി ആക്രമിക്കാനും തറപറ്റിക്കാനും തുടങ്ങിയപ്പോൾ ആ പോരാട്ടത്തിനിടയിൽ പാരീസിന്റെ കയ്യിലെ അവന്റെ അച്ഛൻ കൊടുത്ത പൂർവികരുടെ വാൾ തെറിച്ചു പോവുകയും അവന്റെ ശരീരത്തിൽ കടുത്ത പരിക്കേൽക്കുകയും ചെയ്തു. മെനലാവസ് തന്നോട് യാതൊരു കരുണയും കാണിക്കില്ലെന്നും തന്നെ അവിടെ വെച്ച് കൊല്ലുമെന്നുള്ള ഭയം കാരണം മരണത്തെ മുഖാമുഖം കണ്ട പാരീസ് ആകെ പേടിച്ചുപോയി. ജീവനിൽ കൊതിയുള്ള അവൻ നിലത്തുകൂടി സഹായത്തിനായി എഴഞ്ഞു നീങ്ങി ജ്യേഷ്ഠനായ ഹെക്ടറുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് രക്ഷിക്കാൻ കരഞ്ഞ് യാചിക്കാൻ തുടങ്ങി. അവന്റെ ഈ ഭീരുത്വം കണ്ട് അവിടെ കണ്ടു നിന്നിരുന്ന ഗ്രീക്ക് സൈന്യം മുഴുവൻ പരിഹസിച്ചു ചിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന രാജാവ് പ്രിയാം തന്റെ മകൻ മരിക്കുമെന്നറിയാമെങ്കിലും അവനൊന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാർത്ഥിക്കുകയാണ്. മെലാവാസ് ഉച്ചത്തിൽ ഹെലനോട് ചോദിക്കുന്നുണ്ട്, ഈ ഭീരുവിന് വേണ്ടിയാണോ അവൾ അവനെ ഉപേക്ഷിച്ചു പോയതോ എന്ന്. മെലാവാസ് അടുത്തേക്ക് നിന്ന് ഹെക്ടറോട് അവിടെ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ട്രോജൻ ജനതയുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഭീരുവിനെ വെട്ടിക്കൊല്ലുമെന്നും വിളിച്ചു പറഞ്ഞു. ഒരു സമാധാന ഉടമ്പടി പ്രകാരം തുടങ്ങിയ പോരാട്ടമായതുകൊണ്ട് ഹെക്ടർ ആദ്യം മാറി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം അനിയൻ തന്റെ കൺമുന്നിൽ മരിക്കാൻ പോകുന്നത് വെറുതെ കണ്ടു നിൽക്കാൻ ആ മൂത്ത സഹോദരന് കഴിഞ്ഞില്ല. നിസ്സഹായനായി കിടക്കുന്ന പാരീസിനെ വെട്ടാൻ വേണ്ടി മെലാവാസ് വാൾ ഉയർത്തിയ ആ നിമിഷത്തിൽ ഹെക്ടർ പെട്ടെന്ന് ഇടപെട്ട് തന്റെ വാൾ മെലാവാസിന്റെ നെഞ്ചിലേക്ക് ഇറക്കി അവനെ അവിടെ തന്നെ കൊലപ്പെടുത്തി. മെലാവാസിന്റെ അപ്രതീക്ഷിതമായ ആ മരണം കണ്ടതോടെ അഗമമ്നോൺ ഭയങ്കര ദേഷ്യത്തോടെ ട്രോയിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ തന്റെ മുഴുവൻ സൈന്യത്തിന് ഉത്തരവ് നൽകുകയും ചെയ്തു. അതോടെ ആ ബാറ്റിൽ ഓഫ് ട്രോയ് അതിന്റെ മുഴുവൻ ശക്തിയോടും കൂടി ആരംഭിച്ചു. എന്നാൽ കോട്ടയ്ക്ക് മുന്നിൽ വെച്ചുണ്ടായ ആ ഭീകരമായ പോരാട്ടത്തിൽ ട്രോജൻ സൈന്യത്തിന് വലിയൊരു മുൻതൂക്കമുണ്ടായിരുന്നു. അക്കീലീസിന്റെ പിന്തുണ ഗ്രീക്ക് സൈന്യത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ദേഷ്യത്തോടെ എടുത്തുചാടിയ അഗമമ്നോൺ തന്റെ ഗ്രീക്ക് പടയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് കോട്ടയെതിരിലെ ട്രോജൻ അമ്പെയ്ത്തുകാരുടെ ലക്ഷ്യപരിധിയിലുമാണ്. ഹെക്ടറുടെ മികച്ച യുദ്ധതന്ത്രങ്ങളും കോട്ടയ്ക്ക് മുകളിൽ നിന്നുള്ള അതിശക്തമായ പ്രതിരോധവും കാരണം ഗ്രീക്ക് പടയാളികൾ ആ കോട്ടയ്ക്ക് മുന്നിൽ കൂട്ടത്തോടെ മരിച്ചുവിടാൻ തുടങ്ങി. എങ്കിലും ഗ്രീക്ക് സൈന്യത്തിലെ ഒരു ഭീമനായ പോരാളി ഏജാക്സ് തന്റെ ഭാരമേറിയ ചുറ്റികയുമായി ട്രോജൻ സൈന്യത്തെ തകർത്ത് മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ട ഹെക്ടർ വളരെ ധൈര്യത്തോടെ അവനെ നേരിടുകയും വലിയ ശരീരമുള്ള ഏജാക്സിന്റെ ശക്തിയെ തന്റെ ബുദ്ധി കൊണ്ടും വേദ കൊണ്ടും മറികടന്ന് ഹെക്ടർ വളരെ തന്ത്രപരമായി കൊലപ്പെടുത്തി. ഇതോടെ ഗ്രീക്ക് സൈന്യത്തിന്റെ മുന്നേറാനുള്ള ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നു. മുകളിൽ നിന്നുള്ള ട്രോജൻ സൈന്യത്തിന്റെ അമ്പെയ്ത്തും ആക്രമണവും അതിശക്തമായതോടെ നിൽക്കക്കളിയില്ലാതെ ഒഡീസസിന്റെ നിർദ്ദേശപ്രകാരം ഗ്രീക്ക് സൈന്യം തങ്ങളുടെ ജീവനും കൊണ്ട് തീരത്തെ അവരുടെ ക്യാമ്പുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആ ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് രാത്രിയായപ്പോൾ വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയ ഗ്രീക്ക് ക്യാമ്പ് മുഴുവൻ സങ്കടത്തിലും ഭയത്തിലുമായി. അഗമമ്നോന്റെ അഹങ്കാരം അവിടെ പൂർണ്ണമായും തകർന്നു. അക്കീലീസിന്റെ സഹായം കൂടാതെ ആ യുദ്ധം തനിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവന് മനസ്സിലാവുന്നു. ഇതേസമയം തന്റെ കൂടാരത്തിൽ സമാധാനമായിരുന്ന അക്കീലീസ് താൻ രക്ഷിച്ച ബ്രൈസസുമായി കൂടുതൽ അടുത്തു. അവളെ അടുത്തറിഞ്ഞപ്പോൾ അവളോടുള്ള പ്രണയവും അവളുടെ ധൈര്യത്തോടുള്ള ബഹുമാനവും കാരണം ട്രോജൻസിനോടുള്ള വലിയ ദേഷ്യം അവന്റെ മനസ്സിൽ പതിയെ കുറഞ്ഞു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ രക്തച്ചൊഴിച്ചലിനും അഗമമ്നോന്റെ ഉത്തരവുകൾക്കും നിൽക്കാതെ അവളെയും കൂട്ടി സ്വന്തം നാട്ടിലേക്ക് സമാധാനമായി മടങ്ങുന്നതാണ് നല്ലതെന്ന് അക്കീലീസ് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ തന്റെ ബന്ധു പട്രോക്ലസിനെയും തന്റെ മിർമിഡോൺ സൈന്യത്തെയും കൂട്ടി നാട്ടിലേക്ക് കപ്പൽ തയ്യാറാക്കാൻ പദ്ധതിയിട്ടു.
എന്നാൽ അപ്പുറത്ത് ട്രോജൻ കൊട്ടാരത്തിൽ ഇതിനിടയിൽ മറ്റൊരു പദ്ധതി നടക്കുകയായിരുന്നു. ആദ്യ ദിവസത്തെ വിജയത്തിനു ശേഷം ഹെക്ടർ സമാധാനമാണ് ആഗ്രഹിച്ചതെങ്കിലും അവിടുത്തെ പുരോഹിതന്മാർ ദൈവങ്ങൾ തങ്ങളുടെ കൂടെയുണ്ടെന്ന് അന്ധമായി വിശ്വസിച്ച് ഗ്രീക്കുകാരെ അവരുടെ ക്യാമ്പിൽ വെച്ച് ആക്രമിക്കാൻ നിർദ്ദേശിക്കുകയാണ്. ഹെക്ടർ ഇത് തടയാൻ ശ്രമിച്ചു. കാരണം കഴിഞ്ഞ യുദ്ധത്തിൽ അക്കിലീസ് പങ്കെടുത്തില്ല എന്ന് അവൻ ശ്രദ്ധിച്ചിരുന്നു. അതിന്റെ അർത്ഥം ഗ്രീക്ക് പടയ്ക്കുള്ളിൽ അവർ തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടെന്നാണ്. അതിനാൽ ട്രോയ് ഇപ്പോൾ ഗ്രീക്കിനെ ആക്രമിച്ചാൽ അത് ആ ഗ്രീക്ക് സൈന്യത്തെ വീണ്ടും ഒരുമിപ്പിക്കുവാൻ വഴിയൊരുക്കുമെന്ന് ഹെക്ടർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ രാജാവായ അച്ഛൻ പുരോഹിതന്മാരുടെ വാക്കിന് മുൻതൂക്കം കൊടുത്ത് അവർ നിർദ്ദേശിച്ചതുപോലെ ആക്രമിക്കാൻ തന്നെ കൽപ്പിച്ചു. പിറ്റേന്ന് നേരം വെളുത്തു വരുമ്പോൾ തന്നെ അവർ ഗ്രീക്ക് ക്യാമ്പ് ലക്ഷ്യമാക്കി വലിയ തീപ്പന്ത ഉരുളകൾ താഴേക്ക് അതിവേഗം ഉരുട്ടിവിട്ടപ്പോൾ ഗ്രീക്ക് കപ്പലുകൾക്കും ടെന്റുകൾക്കും തീപിടിക്കുകയും അതോടെ ഗ്രീക്ക് സൈനികർ ചിതറിയോടാനും തുടങ്ങി. ഗ്രീക്കുകാർ ഇങ്ങനെ കൂട്ടത്തോടെ ചത്തൊടുക്കുന്നത് കണ്ടു നിൽക്കാൻ അക്കിലീസിന്റെ ബന്ധുവായ പെട്രോക്ലസിന് കഴിഞ്ഞില്ല. ഗ്രീക്ക് സൈന്യത്തെ ഈ വലിയ നാശത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഉറപ്പിച്ച അവൻ അക്കീലീസ് ഉറങ്ങുന്ന സമയത്ത് രഹസ്യമായി അവന്റെ കൂടാരത്തിൽ കയറി എല്ലാവർക്കും പരിചിതമായ അക്കീലീസിന്റെ ആ പ്രശസ്തമായ കറുത്ത കവചവും ഹെൽമറ്റും പരിചയവും എല്ലാം ധരിച്ച് പുറത്തേക്ക് വന്നു. ദൂരത്ത് നിന്ന് നോക്കിയാൽ അവൻ ആ കവചത്തിൽ യഥാർത്ഥ അക്കീലീസിനെ പോലെ തന്നെയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട അക്കീലീസ് യുദ്ധക്കളത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് കരുതി വലിയ ആവേശത്തിലായ മിർമിഡോൺ സൈന്യവും ബാക്കി ഗ്രീക്ക് സൈന്യവും ട്രോജൻ പടയ്ക്കു നേരെ അതിശക്തമായി തിരിച്ചടിച്ചു. അവന്റെ ഈ മുന്നേറ്റം കണ്ട ഹെക്ടർ ആ ശക്തനായ പോരാളിയെ നേരിടാൻ നേരിട്ട് മുന്നോട്ട് വരികയും അവർ തമ്മിൽ കടുത്തൊരു പോരാട്ടം നടക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ അക്കീലീസിന്റെ അമാനുഷികമായ കഴിവുകൾ ഒരു കൗമാരക്കാരനായ പട്രോക്ലസിനില്ലായിരുന്നു. കുറച്ചു സമയത്തെ പോരാട്ടത്തിനൊടുവിൽ ഹെക്ടർ അവനെ മാരകമായി വെട്ടിവീഴ്ത്തി. പട്രോക്ലസ് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി രക്തം മാറുന്ന നിലത്ത് വീണപ്പോൾ സംശയം തോന്നിയ ഹെക്ടർ അവന്റെ ഹെൽമറ്റ് മാറ്റാൻ അടുത്തു നിന്നു. അത് മാറ്റിയപ്പോൾ കണ്ട ആ ചെറുപ്പക്കാരനായ പയ്യന്റെ മുഖം ഹെക്ടറെ നെട്ടിച്ചു. താൻ കൊന്നത് അക്കിലീസ് അല്ലെന്നും മറിച്ചത് അക്കിലീസ് പൊന്നുപോലെ സ്നേഹിക്കുന്ന അവന്റെ പ്രിയപ്പെട്ട ബന്ധുവാണെന്നും ഹെക്ടർ ഒഡീസിയസ് വഴി തിരിച്ചറിഞ്ഞു. ഒരു ചെറുപ്പമായി അവനെ കൊന്ന ഈ പ്രവൃത്തിയുടെ അനന്തരഫലം എത്രത്തോളം ഭയങ്കരമായിരിക്കുമെന്നും സമാധാനമായി മടങ്ങാൻ നിന്ന യഥാർത്ഥ അക്കിലീസ് ഇനിയൊരു മൃഗത്തെപ്പോലെ കടുത്ത പ്രതികാരത്തിനായി വരുമെന്നും ഹെക്ടറിന് നന്നായി മനസ്സിലായി. നന്നായി പൊരുതിയ ആ പയ്യനോടുള്ള ബഹുമാനം കാരണം ഹെക്ടർ ഉടൻ തന്നെ അന്നത്തെ യുദ്ധം നിർത്തിവെക്കാൻ ഉത്തരവിടുകയും അവന്റെ ശരീരം യാതൊരു അവമാനവും കൂടാതെ ബഹുമാനത്തോടെ ഗ്രീക്കുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ ടെന്റിൽ നിന്നും പുറത്തു വന്ന അക്കീലീസ് തന്റെ നിർദ്ദേശം തെറ്റിച്ച് മിർമിഡിയോൺസ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയോ എന്ന് കരുതി. എന്നാൽ സങ്കടത്തോടെ ആ സംഘത്തലോകം പറഞ്ഞു അവര് കരുതിയത് അക്കീലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ആ യുദ്ധത്തിൽ പങ്കെടുത്തതെന്ന്. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായ അക്കീലീസ് ഒരു ഭയത്തോടെ പെട്രോക്ലസ് എവിടെയാണെന്ന് ചോദിക്കുന്നു. ജീവനില്ലാത്ത അവന്റെ ശരീരം മുമ്പോട്ട് വെച്ചപ്പോൾ അക്കീലീസ് പൂർണ്ണമായും തകർന്നുപോയി. എന്നാൽ പെട്ടെന്ന് ആ വലിയ സങ്കടം ഭയങ്കരമായ ഒരു ദേഷ്യമായി മാറുകയും എങ്ങനെയും ഹെക്ടറെ കൊല്ലുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാവുകയും ചെയ്തു. അക്കീലീസ് ചിതയൊരുക്കുമ്പോൾ ഇത് കണ്ടു നിന്ന അഗമന്നോണിന് ഒരു വലിയ സംതൃപ്തിയാണ് ഉണ്ടായത്. ആ പയ്യനെ അവന്റെ മരണം വഴി ആ യുദ്ധം അവർക്ക് നേടിത്തന്നു എന്ന് അയാൾ പറയുന്നു. ഉറക്കമില്ലാത്ത ആ നീണ്ട രാത്രിക്ക് ശേഷം പിറ്റേന്ന് രാവിലെ തന്റെ ആയുധങ്ങളും കവചങ്ങളും ധരിച്ച് അക്കീലീസ് ഒറ്റയ്ക്ക് ഒരു രഥത്തിൽ ട്രോജൻ കോട്ട ലക്ഷ്യമാക്കി അതിവേഗം കുതിച്ചു. ട്രോയുടെ കൂറ്റൻ കോട്ടമതിലിന് മുന്നിലെത്തിയ അവൻ ഹെക്ടറുടെ പേര് വിളിച്ച് ഭ്രാന്തമായി അലറാൻ തുടങ്ങി. ആ വലിയ അലർച്ച ട്രോയുടെ കൊട്ടാരത്തിനുള്ളിൽ വരെ മുഴങ്ങിയിരുന്നു. അക്കീലീസിനെ പരാജയപ്പെടുത്താനാകില്ലെന്നും ഇത് തന്റെ ജീവിതത്തിലെ അവസാനത്തെ പോരാട്ടമായിരിക്കുമെന്നും ഹെക്ടറിന് വ്യക്തമായി അറിയാമായിരുന്നു. അവൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആൻഡ്രോമിക്കയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയും അവൻ മരിക്കുവാണെങ്കിൽ ട്രോയ് തകരുമെന്നറിയാവുന്നതുകൊണ്ട് ശത്രുക്കളുടെ കയ്യിൽപ്പെടാതെ തന്റെ കുഞ്ഞുമായി സുരക്ഷിതമായി രക്ഷപ്പെടാൻ കൊട്ടാരത്തിനടിയിലുള്ള ഒരു പഴയ രഹസ്യ തുരങ്കം അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. തുടർന്ന് തന്റെ അച്ഛനായ പ്രിയാം രാജാവിന്റെ അനുഗ്രഹം വാങ്ങി സ്വന്തം ജനങ്ങളെയും കുടുംബത്തെയും അവസാനമായി നോക്കി ഒരു ധീര പോരാളിയുടെ ധൈര്യത്തോടെ ഹെക്ടർ ആ കോട്ടവാതിൽ തുറന്ന് പുറത്തേക്ക് കാണുന്നു. Now you know who you're fighting. കോട്ടയ്ക്ക് മുകളിൽ എല്ലാവരും വരാനിരിക്കുന്ന ആ ഭയാനകമായ രംഗം കടുത്ത ഭയത്തോടെ നോക്കി നിന്നു. ആര് ജയിച്ചാലും തോൽക്കുന്നയാളുടെ ശരീരം ബഹുമാനത്തോടെ വിട്ടുകൊടുക്കണമെന്ന ഹെക്ടർ നിർദ്ദേശിച്ചപ്പോൾ അക്കീലീസ് അത് പുച്ഛത്തോടെ നിരസിക്കുകയാണ്. ഒരു സിംഹം അവരുടെ ഇരയായ മനുഷ്യനും തമ്മിൽ ഉടമ്പടി വെക്കുകയല്ലെന്ന് അവൻ പുച്ഛിച്ചു പറഞ്ഞു. അതോടെ ആ ദ്വന്ദ്വയുദ്ധം അവിടെ കോട്ടയ്ക്ക് മുന്നിൽ വെച്ച് ആരംഭിച്ചു. തുടക്കത്തിൽ ഹെക്ടർ അക്കീലീസിന്റെ ശക്തമായ ആക്രമണങ്ങളെല്ലാം തന്റെ പരിച കൊണ്ട് തടുക്കാൻ നോക്കിയെങ്കിലും അക്കീലീസിന്റെ ആമാനുഷികമായ വേഗതയും അതിശക്തമായ പ്രഹരങ്ങൾക്കും മുന്നിൽ അവൻ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു വട്ടം ഹെക്ടർ കല്ലിൽ തട്ടി താഴെ വീണപ്പോൾ നിഷ്പ്രയാസം അവനെ കൊല്ലാൻ അക്കീലീസിന് അവസരം കിട്ടിയെങ്കിലും അതവൻ മുതലെടുക്കുന്നില്ല. അത് അവനോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നില്ല. ചരിത്രം പിന്നീട് ഈ കഥ പറയുമ്പോൾ കല്ലിൽ തട്ടി വീണതുകൊണ്ടാണ് ഹെക്ടർ തോറ്റുപോയെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. Get up, Prince of Troy.
Don't let a stone take my glory. തിരിച്ച് രണ്ടു കാലിൽ വന്ന ഹെക്ടറിനെ വീണ്ടും ശക്തമായി ആക്രമിക്കുകയും ഒടുവിൽ ഒരു കുന്ത അവന്റെ തോളിലേക്ക് തറയ്ക്കുകയും ചെയ്തു. തുടർന്ന് ഹെക്ടറുടെ നെഞ്ചിലേക്ക് അഖിലീസ് അവന്റെ വാൾ ശക്തമായി ഇറക്കി ഹെക്ടറിനെ കൊല്ലുന്നു. അഖിലീസിന്റെ ദേഷ്യം അവിടെ കൊണ്ടും തീരുന്നില്ല. അവന് യാതൊരു ആദരവും കാണിക്കാതെ ഹെക്ടറുടെ ശരീരം കാലുകളിൽ വലിയൊരു കയറുകൊണ്ട് കെട്ടി തന്റെ രഥത്തിന് പുറകിലിടുകയും തുടർന്ന് കുതിരയെ അതിവേഗം ഓടിച്ച് ആ ശരീരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് കല്ലും മുള്ളും നിറഞ്ഞ മണ്ണിലൂടെ വലിച്ച് അങ്ങേയറ്റം അനാദരവോടെ ഗ്രീക്ക് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പട്രോക്ലോസിനെ കൊന്നവനോടുള്ള തന്റെ പ്രതികാരം അവിടെ തീർന്നെങ്കിലും അഖിലീസിന്റെ മനസ്സിലെ സങ്കടവും ശൂന്യതയും അപ്പോഴും മാറിയിരുന്നില്ല. അന്ന് രാത്രി ഗ്രീക്ക് ക്യാമ്പ് മുഴുവൻ ഗാർഡനെതിരയിലായിരിക്കുമ്പോൾ തലയും മുഖവും പൂർണ്ണമായി മറിച്ച് രാജാവായ പ്രിയാം അഖിലീസിന്റെ കൂടാരത്തിൽ രഹസ്യമായി കടന്നു വന്നു. അഖിലീസിന് പെട്ടെന്ന് അത് ആരാന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും പ്രിയാം രാജാവ് മുട്ടുകുത്തി അവന്റെ രണ്ട് കൈകളിലും ചുംബിച്ചുകൊണ്ട് തന്റെ മകനെ കൊന്നവന്റെ കൈ ചുംബിക്കേണ്ടി വരുന്ന ഒരച്ഛനാണ് താനെന്ന് പറഞ്ഞപ്പോൾ അഖിലീസിന് അത് ആരാന്ന് മനസ്സിലായി. മരിക്കാൻ പേടിയില്ല എന്ന് ചോദിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടതോടെ തനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് പ്രിയാം രാജാവ് അറിയിക്കുന്നു. ഒരച്ഛന്റെ ആ വലിയ സങ്കടം കണ്ട് അഖിലീസിന്റെ കല്ലായ മനസ്സവിടെ അലിഞ്ഞുപോയി. തന്റെ കൊലപാതകത്തിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കിയ അഖിലീസ് ഹെക്ടറുടെ ശരീരം ബഹുമാനത്തോടെ തിരികെ നൽകാൻ സമ്മതിക്കുകയും ഒരു രാജകുടുംബാംഗം മരിക്കുമ്പോഴുള്ള 12 ദിവസത്തെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ തന്റെ ഗ്രീക്ക് സൈന്യം ട്രോയിയെ ആക്രമിക്കില്ലെന്ന് പ്രിയാമിന് ഉറപ്പു നൽകുകയും ചെയ്തു. അതോടൊപ്പം ബ്രൈസിസിനെയും അവന് യാതൊരു എതിർപ്പുമില്ലാതെ പ്രിയാമിന്റെ കൂടെ സുരക്ഷിതമായി കൊട്ടാരത്തിലേക്ക് അയച്ചു. ഹെക്ടറുടെ മരണത്തോടെ ട്രോയ് നഗരം ഒന്നടങ്കം വലിയൊരു ദുഃഖത്തിലാവുകയും 12 ദിവസത്തെ ആ സമാധാന കാലയളവിൽ ഹെക്ടറുടെ സംസ്കാര ചടങ്ങുകൾ കൊട്ടാരത്തിൽ നടക്കുകയും ചെയ്തു. ഇതേസമയം ഗ്രീക്ക് ക്യാമ്പിൽ അഗമെമ്നോൺ തന്റെ അധികാരത്തിന് വെല്ലുവിളിയായ അഖിലീസിന്റെ ഈ തീരുമാനത്തിൽ കടുത്ത അസംതൃപ്തിയിലായിരുന്നു. അഖിലീസ് സർവ്വ സൈന്യാധിപനായ തന്റെ അനുവാദമില്ലാതെ ശത്രുവിന് 12 ദിവസത്തെ സമയം കൊടുത്തത് അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതേസമയം ബുദ്ധിമാനായ ഒഡീസിയസ് ട്രോയുടെ തകർക്കാൻ പറ്റാത്ത ആ വലിയ കോട്ട എങ്ങനെ നശിപ്പിക്കാമെന്ന വലിയ ആലോചനയിലായിരുന്നു. ഒരു ദിവസം ഒരു ഗ്രീക്ക് പടയാളി ക്യാമ്പിലിരുന്ന് തന്റെ കുട്ടിക്ക് വേണ്ടി തടിയിൽ ഒരു ചെറിയ കുതിരയുടെ രൂപം ഉണ്ടാക്കുന്നത് ഒഡീസിയസ് കാണാനിടയായി. അപ്പോഴാണ് ചരിത്രം മാറ്റിയെഴുതിയ ആ വലിയ ആശയം ഒഡീസിയസിന്റെ മനസ്സിലേക്ക് വരുന്നത്. അവൻ ഉടൻ തന്നെ അഗമെമ്നോണിന്റെ അടുത്തെത്തി ട്രോയെ തകർക്കാനുള്ള തന്റെ പ്രധാന പദ്ധതിയായ ട്രോജൻ ഹോഴ്സ് അവതരിപ്പിച്ചു. തടിയിൽ ഭീമകരമായ ഒരു വലിയ കുതിരയെ ഉണ്ടാക്കുക, അതിനുള്ളിൽ ഗ്രീസിലെ ഏറ്റവും മികച്ച പോരാളികളെ ആരും അറിയാതെ ഒളിപ്പിച്ചിരുത്തുക എന്നതായിരുന്നു ഒഡീസിയസിന്റെ ആ പദ്ധതി. തുടർന്ന് ആ പ്ലാൻ പ്രകാരം ഗ്രീക്കുകാർ തങ്ങളുടെ കപ്പലുകളെല്ലാം അടുത്തുള്ള ഒരു ദ്വീപിന് പുറകിലേക്ക് ആരും അറിയാതെ മാറ്റി നിർത്തി. തങ്ങൾ തോൽവി സമ്മതിച്ച് മടങ്ങിപ്പോയി എന്ന് ട്രോജൻകാരെ വിശ്വസിപ്പിക്കുകയായിരുന്നു. 12-ാം ദിവസം രാവിലെ യുദ്ധത്തിന് തയ്യാറായി ട്രോജൻ സൈനികർ കോട്ടയ്ക്ക് പുറത്തു വന്നപ്പോൾ അവർ കണ്ടത് ആരുമില്ലാത്ത വിജനമായ കടൽത്തീരവും പ്ലേഗ് ബാധ പിടിച്ച് മരിച്ച പോലത്തെ ചില ശവശരീരങ്ങളും പിന്നെ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലിരിക്കുന്ന ഭീമാകാരമായ ഒരു തടിക്കുതിരയുമാണ്. ഗ്രീക്കുകാർക്ക് പ്ലേഗ് ബാധിച്ചതുകൊണ്ട് അവർ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കടൽ ദൈവമായ പൊസൈഡന് വഴിപാടായി വെച്ചതാണ് ഈ കുതിരയെന്നും ഇത് കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയാൽ അപ്പോളോ ദൈവത്തിന്റെ അനുഗ്രഹം നഗരത്തിനെന്നും ഉണ്ടാകുമെന്നും അവിടുത്തെ പുരോഹിതന്മാർ രാജാവിനെ വിശ്വസിപ്പിച്ചു. ഇതിനെ പാരീസ് ശക്തമായി എതിർത്തെങ്കിലും അന്ധവിശ്വാസിയായ പ്രിയാം അത് കേൾക്കാൻ നിന്നില്ല. ആ തടിക്കുതിരയെ വടം കെട്ടി തങ്ങളുടെ അജയമായ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തിക്കാൻ പ്രിയാം ഉത്തരവ് നൽകി. അന്ന് രാത്രി ട്രോയ് നഗരം മുഴുവൻ ആ യുദ്ധം ജയിച്ച സന്തോഷത്തിൽ വലിയ ആഘോഷത്തിലായിരുന്നു. ജനങ്ങളും സൈനികരും ആത്തുല്ലസിച്ച് മദ്യപാനത്തിലും നൃത്തത്തിലും മുഴുകി. അർദ്ധരാത്രിയായതോടെ ആ നഗരം മുഴുവൻ കടുത്ത ഉറക്കത്തിലായപ്പോൾ ആ തടിക്കുതിരയുടെ രഹസ്യ അറകൾ തുറക്കപ്പെടുന്നു. അതിൽ നിന്നും ഒഡീസിസും അഖിലീസും ഉൾപ്പെടെയുള്ള ഗ്രീക്ക് പോരാളികൾ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി. അഖിലീസ് അപ്പോൾ തന്നെ വേറൊരു ദിശയിലേക്ക് ഓടുവാണ്. ബാക്കിയുള്ളവർ യാതൊരു ശബ്ദവുമില്ലാതെ കോട്ടയുടെ കാവൽക്കാരെ മുഴുവൻ കൊലപ്പെടുത്തുകയും ട്രോയുടെ ആ വലിയ കോട്ടവാതിലുകൾ പുറത്തേക്ക് പൂർണ്ണമായി തുറന്നിട്ടു. രാത്രിയുടെ മറവിൽ തിരിച്ചെത്തിയ ഗ്രീക്ക് സൈന്യം കോട്ടവാതിൽ തുറന്നതിന്റെ തീപ്പന്ത സിഗ്നൽ കിട്ടിയതോടെ ആ നഗരത്തിനുള്ളിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഇരച്ചു കയറി. സമാധാനമായ ഉറക്കത്തിലായിരുന്ന ട്രോജൻ ജനത കണ്ണു തുറന്നപ്പോൾ കണ്ടത് തങ്ങളുടെ വീടുകളും കൊട്ടാരങ്ങൾക്കും തീപിടിക്കുന്നതാണ്. ഗ്രീക്ക് സൈനികർ ആ രാത്രിയിൽ കണ്ണിൽ കണ്ടവരെയെല്ലാം യാതൊരു ദയവുമില്ലാതെ ക്രൂരമായി കൊലപ്പെടുത്താൻ തുടങ്ങി. അഗമെമ്നോന്റെ വലിയൊരു ചതിയിലാണ് തങ്ങൾ പെട്ടതെന്ന് പ്രിയാം രാജാവ് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും കൊട്ടാരത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ അഗമെമ്നോൻ നിസ്സഹായനായ പ്രിയാം രാജാവിനെ കുത്തിക്കൊലപ്പെടുത്തി തന്റെ ആഗ്രഹം നിറവേറ്റി. ഇതെല്ലാം നടക്കുമ്പോൾ അഖിലീസ് തന്റെ സ്നേഹിതയായ ബ്രൈസിസിനെ രക്ഷിക്കാൻ വേണ്ടി അവളെ അന്വേഷിച്ച് നഗരത്തിലൂടെ നടക്കുവാണ്. കൊട്ടാരത്തിലാണെങ്കിൽ പാരീസ് ഹെലനെയും ആൻഡ്രോമാക്കിയെയും കൂട്ടി ഹെക്ടർ കാണിച്ചു തന്ന രഹസ്യ തുരങ്കത്തിലൂടെ ആവുന്ന ജനങ്ങളെയും കൂട്ടി രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്നു. കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് അഗമെമ്നോൺ ബ്രൈസിസിനെ പിടികൂടി. ട്രോയിയെ കീഴടക്കി എന്ന അഹങ്കാരത്തിൽ മതിമറഞ്ഞ അവൻ തന്റെ സ്വന്തം സുരക്ഷ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ഒരിക്കലും തോറ്റുകൊടുക്കാത്ത ധീരയായ ബ്രൈസിസ് തന്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന ഒരു ചെറിയ കത്തി അഗമെമ്നോന്റെ കഴുത്തിലേക്ക് ഇറക്കി. ഗ്രീസ് രാജാവിനെ കൊലപ്പെടുത്തിയ അവളെ അഗമെമ്നോന്റെ പടയാളികൾ പെട്ടെന്ന് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കൃത്യസമയത്ത് അഖിലീസ് അവിടെ എത്തി അവരെല്ലാം തന്റെ വാളുകൊണ്ട് കൊന്നുവീഴ്ത്തി. എന്നാൽ ഈ സമയം ബ്രൈസിസിനെ അന്വേഷിച്ചു വന്ന പാരീസ് അഖിലീസ് അവളെ ഉപദ്രവിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുകയും തന്റെ ജ്യേഷ്ഠനെ കൊന്നവനോടുള്ള കടുത്ത ദേഷ്യത്തോടെ പാരീസ് തന്റെ വില്ലെടുത്ത് അഖിലീസിന് നേരെ അമ്പ് ചെയ്യുകയും ചെയ്തു. ആ ആദ്യ അമ്പ് വന്ന് തറച്ചത് അഖിലീസിന്റെ കുതുകാൽ ഭാഗത്തായിരുന്നു. മുറിവിന്റെ വേദന കൊണ്ട് പൊളഞ്ഞ അഖിലീസ് വാളുമായി പാരീസിന്റെ നേരെ കിടക്കുമ്പോൾ അവൻ വീണ്ടും അമ്പ് ചെയ്യുന്നു.
എന്നാൽ അത് വകവെക്കാതെ അക്കീലീസ് മുമ്പോട്ട് തന്നെ തുടർന്നു. ബ്രൈസിസ് കരഞ്ഞുകൊണ്ട് പാരീസിനോട് അമ്പെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ബഹളങ്ങൾക്കിടയിൽ പാരീസ് അത് കേൾക്കുന്നില്ല. തുടരെയുള്ള അടുത്ത അമ്പുകൾക്കകത്തൊടുവിൽ അക്കീലീസ് വീഴുന്നു. മാരകമായി പരിക്കേറ്റ അക്കീലീസ് ബ്രൈസിസിനെ അടുത്തുപിടിച്ച് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന യുദ്ധത്തിൽ അവൾ തനിക്ക് സമാധാനം തന്നു എന്ന് അറിയിച്ചു. It's all right. It's all right. You gave me peace in a lifetime of war. തുടർന്ന് അവളെ പാരീസിന്റെ കൂടെ രക്ഷപ്പെടാൻ പറഞ്ഞയച്ചുകൊണ്ട് ലോകം കണ്ട ആ മഹാപോരാളി കത്തുന്ന ട്രോയ് നഗരത്തിന്റെ മണ്ണിൽ കിടന്ന് മരിച്ചു. പാരീസും ബ്രൈസിസും ഒടുവിൽ ആ രഹസ്യ തുരങ്കത്തിലൂടെ സുരക്ഷിതമായി ഒളിച്ചോടുകയാണ്. ഒടുവിൽ ബാറ്റിൽ ഓഫ് ട്രോയ് അങ്ങനെ കഴിഞ്ഞ ശേഷം ഒഡീസിയസ് വളരെ സങ്കടത്തോടെ തന്റെ പ്രിയപ്പെട്ട അക്കിലീസിന്റെ ശരീരം വലിയൊരു ചിതയൊരുക്കി കത്തിച്ചു. നഗരത്തിൽ നിന്നും ദൂരെ രക്ഷപ്പെട്ടു പോകുന്ന ബ്രൈസിസ് ഈ ചിതയുടെ പുക കാണുന്നുണ്ട്. വരാൻ പോകുന്ന യുഗങ്ങളിൽ ചരിത്രം ഈ യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ താൻ ഹെക്ടറുടെ കാലത്തും അക്കിലീസിന്റെ കാലത്തുമാണ് ജീവിച്ചിരുന്നതെന്ന് അവർ പറയട്ടെ എന്ന ഒഡീസിയസിന്റെ ആത്മകഥത്തിൽ ഈ കഥ പൂർത്തിയാവുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു സിനിമയുടെ കഥയുമായി ഞാൻ വരുന്നതുവരെ